ഹലോ ഗൈസ്, അപ്പോൾ ഇക്കൊല്ലത്തെ ഓണം പറഞ്ഞ് ഇവിടെ വരെ എത്തി. ഹായ് ഗൈസ്, അപ്പം ഞാൻ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അടുത്ത സെപ്റ്റംബർ എത്രയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. കാരണം നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, പട്ടീൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നില്ല, എൻ്റെ സൗണ്ട് ഒട്ടും കേൾക്കുന്നില്ല. ഞാനിതൊന്നും അറിയാണ്ട് നല്ല രീതിക്ക് വീഡിയോ എടുത്ത് പോകുന്നുണ്ടായേ. പക്ഷേ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചേ പട്ടീൻ്റെ ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ പറയുന്നതെല്ലാം വേസ്റ്റായിപ്പോയി. അപ്പോൾ ഇന്നാണ് ഓണം. ഇത് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തെടുക്കുന്ന വീഡിയോ ഒന്നും അല്ല, വെറുതെ കുറച്ച് ക്ലിപ്സ് എടുത്തു, അത് ഒരുമിച്ചാക്കി, അത്രേ ഉള്ളൂ. ഇത് നടുക്കത്തെ നമ്മൾ ചിലപ്പോൾ മാറ്റും, ഇതിപ്പോഴത്തേക്കാണ് ഇങ്ങനെ ആക്കിയത്. ഇക്കൊല്ലത്തെ പൂവിൻ്റെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ, അത്യാവശ്യം കുറച്ചൊക്കെ വാടിയതുപോലെ ആയിരുന്നു. കാരണം മഴ ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ വാങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടാണ് ഇത് ചെയ്തത്, അല്ലാണ്ട് ഒട്ടും പ്രിപ്പയർ ചെയ്തതൊന്നുമല്ല. ഗൈസ്, അപ്പോൾ ഓണം, ഹാപ്പി ഓണം ടു എവരിബഡി. സോ ഇപ്പോൾ നമ്മൾ പൂക്കളം ഇട്ടു, സാരി എന്ന പോലെ ഉടുത്തു. പക്ഷെ സാരിയല്ല, അല്ല സാരി തന്നെ, പക്ഷെ കാണുമ്പോൾ സാരി പോലെ ഇല്ലെങ്കിലും സാരിയാണ്. അപ്പോൾ വി ആർ ഗോയിങ് ടു അമ്മമ്മസ് ഹൗസ്. ഓക്കെ, ഹാപ്പി ഓണം. ഇനി അങ്ങോട്ട് പോകണമല്ലോ. പറഞ്ഞാൽ ഇത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇത് ചെറുതായിട്ടൊന്ന് മൈലാഞ്ചി ഇട്ട് കൊളാക്കിയതാണ്. നോബഡി കെയർസ്. ബൈ. ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടെ ഓണം പ്രിപ്പറേഷൻസ് നടക്കുന്നു. ശരിക്കും ഞാനത് വ്ളോഗിലിടും. രണ്ട് ടൈപ്പ് പായസം, കാരണം ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ പാലിന്റെ പായസം ഇഷ്ടം. അതെ, അതുകൊണ്ട് രണ്ട് പായസം നമ്മൾ ഈ ഓണത്തിന് ഉണ്ടാക്കുന്നത്. പരിപ്പ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഇറ്റ്സ് ഗുഡ് ഉണ്ട് അല്ലേ. അമ്മമ്മക്ക് ഏതാണ് ഇഷ്ടം? പരിപ്പായിരിക്കും. എനിക്ക് പരിപ്പാണ്. അമ്മക്കോ? എനിക്കും പരിപ്പ്. ഇനി നമ്മമാക്കിക്കാം. ഹലോ ഗൈസ്, ഇതാണ് ആദി. ഇവനാണ് എൻ്റെ വീഡിയോയിൽ ഇടക്ക് വന്ന് പൊട്ട കമൻറ്റിലിടുന്നത്. ഇവിടെ രണ്ടുപേരിരിക്കുന്നുണ്ട്. ഇതാണ് സിനിമാമൻ, അതാണ് മുത്തച്ഛൻ, ഇതാണ് കുഞ്ഞൂട്ടൻ, ഇതാണ് നമ്മളെ പൂക്കളം. ഞാൻ മറ്റേ ക്യാമറയിൽ കാണിച്ചു തരാം. ഈ വർഷം സാരി ഉടുക്കണം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ ആ ഒരു ആഗ്രഹം ലാസ്റ്റ് ആകുമ്പോൾ മൂത്ത് ഞാൻ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അത്ര ശരിയായിട്ടില്ല. സോ അവിടെ എല്ലാവരും ഇപ്പോൾ സെറ്റിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ കുറച്ചെണ്ണം എടുത്തു, പക്ഷെ എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് കൊളായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് എനിക്ക് ഒന്ന് സോളോ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സ്റ്റോറി ഇടാൻ വേണമെങ്കിൽ അത്രപ്പാടാണ് നീ നിങ്ങൾക്ക് കാണുന്നത്. അമ്മമ്മ ഫോട്ടോ എടുത്തപാടെ സ്കിപ്പായി, പണിയുണ്ടെന്ന് പറഞ്ഞിട്ട്. സോ ഞാനൊന്നും മുടി ശരിയാക്കിയിട്ട് പോട്ടെ. ബൈ. ഫോട്ടോ എടുക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഹാപ്പി ഓണം. നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിൽ. ഇത് ഞാൻ അവരെ പിടിച്ച് വലിച്ച് ഫോട്ടോസിന് കൊണ്ടുപോയതാണ്. അപ്പം ഇവർക്കൊന്നും വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല, ഞാനാണ് ഇവരെ വിളിച്ച് കൊണ്ടുപോയത് ഫോട്ടോ എടുക്കാൻ. ഇവിടെ എല്ലാ സാധനങ്ങളും റെഡിയായി. Hi guys. Hey guys, ഞാൻ ഡ്രസ്സ് മാറ്റി, ഫുഡ് കഴിച്ചു, ഡ്രസ്സ് മാറ്റി. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞു വന്നു, അങ്ങനെ ഞാനത് മാറ്റി. ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാണ്. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ഇടട്ടെ. സോ ഗൈസ്, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു. കുറച്ച് കൂടിപ്പോയി, പക്ഷേ കൂടിപ്പോയി എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കും. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു. മുടി ഒന്ന് നേരം കൂടി ടൈ ചെയ്യണം. ഇത്രയൊക്കെ ഇങ്ങനെയാണ് ഇടുന്നത്. ഇറ്റ്സ് ഓക്കെ. ഞാൻ കുറച്ച് നേരം വെറുതെ ഇരിക്കണം, എന്നിട്ട് എന്തെങ്കിലും ഡാൻസ് വീഡിയോ എടുക്കാൻ നോക്കണം, ഫോട്ടോ രസം ഉണ്ടോ നോക്കണം, പോകണം. ബൈ. നമ്മൾ എന്നിട്ട് ഡാൻസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടും എടുത്തു, പക്ഷെ അത് എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ട് അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട്.
ഇതൊക്കെ കുറച്ച് വൈകിട്ടുള്ള സീൻസാണ്. ആ സമയത്ത് എൻ്റെ കുറച്ച് കസിൻസും ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞി വ്ളോഗ്. ഞാൻ എടുത്ത ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ.